2 മാസം കൊണ്ട് 2020 എന്തോ വീട്ടിൽ ഇറങ്ങി വരുന്നതാണോ നിലപാട് മാറ്റം? ജനത്തെ പറഞ്ഞു പറ്റിച്ചു. അതുകൊണ്ട് അങ്ങനെ പറ്റിക്കണോ? ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. യുവാക്കൾക്ക് മോഡിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അഖിൽ VD സതീശനെ വിമർശിക്കുന്നു, നെഹ്റുവിനെ വിമർശിക്കുന്നു, ഗാന്ധിയെ വിമർശിക്കുന്നു. അഖിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നു. പക്ഷെ അഖിൽ ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചു തന്നാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്താൽ മതി, അഖിൽ കോട്ടാത്തിരയുടെ നിലപാടൊക്കെ മാറുന്നതായിരിക്കും. ഞാൻ എവിടുന്ന് മാറി വന്നു? അങ്കിൾ ഏത് പാർട്ടിയിലാണ്? 24 നിന്ന് മമ്മൂട്ടിയെ കണക്ട് ചെയ്യണേ. എന്നിട്ട് ചോദിക്ക്, നാണമുണ്ടോ മിസ്റ്റർ മമ്മൂട്ടിലോട്ട് പോകണോ? നാണമുണ്ടോ മിസ്റ്റർ പേര് മാറ്റി ചോദിക്കേ. ഇവിടെ ഇപ്പൊ അവസാനമായിട്ട് മമ്മൂട്ടിയുടെ പേര് പറഞ്ഞാണ് രക്ഷപ്പെടാൻ നോക്കുന്നത്. മമ്മൂട്ടി പേര് മാറ്റിയല്ലോ, എന്തുകൊണ്ട് മമ്മൂട്ടിയെ വിളിച്ച് ഫോൺ ചെയ്യുന്നില്ല എന്ന രീതിയിൽ. അവിടെയൊക്കെ അഖിൽ കോട്ടാത്തല എന്ന അഖിൽ രാജിൻ്റെ നിലപാടുകളും ആദർശങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എത്രത്തോളം ഒരാൾക്ക് ഇങ്ങനെ മാറാൻ കഴിയും എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന അഖിൽ കോട്ടാത്തല. ഇവിടെയൊക്കെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏത് പേര് ചൊല്ലി വിളിക്കണമെന്ന് ആളുകൾക്ക് തന്നെ കൺഫ്യൂഷനായി. കൊട്ടാത്തലയെന്ന് വിളിക്കണോ, രാജെന്ന് വിളിക്കണോ, അതോ മാരാർന്ന് വിളിക്കണോ, എന്താണെന്ന് ഇപ്പോൾ ആളുകൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം വന്നത്. എന്തായാലും അഖിൽ കോട്ടാത്തലയ്ക്ക് നല്ല കാലമെന്ന് തന്നെ പറയാം. പാർട്ടി മാറുന്നത് പോലെയാണ് ഇപ്പോൾ ഓരോ അടികളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരിടത്തു നിന്ന് അടി കിട്ടി അങ്ങോട്ട് മാറി വരുമ്പോൾ അടുത്ത അടി കിട്ടും. അതുപോലെ തന്നെ ആശയങ്ങളും മാറും, നിലപാടുകളും മാറും, എല്ലാം മാറും. അവിടെയൊക്കെ അഖിൽ മാരാർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് വായ്ത്താളം എന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ വ്യക്തിയുടെ മെയിൻ എന്ന് പറയുന്നത് വായ്ത്താളമാണ്. എന്തായാലും അഖിൽ മാരാറിന്റെ നിക്കക്കളി ഇല്ലാത്ത വായ്ത്താളം നമുക്കൊന്ന് കേട്ടു നോക്കാം. അന്ന് കൊട്ടാരക്കരയിൽ ഒരു 350 ചാക്ക് റേഷനറി കടത്തിയ ഒരു കള്ളനെ ഞാൻ പിടിച്ചു. ഈ കൊടിക്കുന്നിൽ എന്നെ വെളുപ്പനെ വിളിച്ചു പറഞ്ഞു അവനെ വിട്ടുകൊടുക്കണം, അവൻ നമുക്ക് പാർട്ടിക്ക് ഫണ്ട് തരുന്നവനാണെന്ന്. ഞാൻ അവനെ വേണ്ടിയിട്ട് കേസ് കൊടുക്കും. ഞാൻ അന്ന് രാത്രി റിപ്പോർട്ടർ ചാനലിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അരുൺ ശങ്കർ, ആ റൂമിൽ ഹാഷ്മിക്ക് അറിയാം. അവനെ വിളിച്ചു പറഞ്ഞിട്ട് ഇവനെ ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിച്ചപ്പോൾ ഇയാൾ അന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ അമ്മച്ചിയുടെ പേരിലാണ് ലൈസൻസ്, 85 വയസ്സുള്ള എൻ്റെ അമ്മച്ചിയുടെ പേരിൽ ലൈസൻസ് എടുത്തു. അപ്പോഴും കൊടിക്കുന്നിൽ പറയുക യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മൊത്തം തന്ന ആളാ, അഖിലെ അയാളെ ദ്രോഹിക്കരുതെന്ന്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ ഹാഷ്മി, ഈ കള്ളന്മാരെയും ഈ പണം പിരിക്കുന്നവന്മാരെയും എല്ലാം കണ്ട് വളർന്ന് ജനങ്ങൾക്ക് വേണ്ടി എപ്പോൾ സംസാരിച്ചെങ്കിലും NSSന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഇവന്മാരവിടെ സീറ്റ് കൊടുത്തത്. അവിടെയൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ കോൺഗ്രസിന്റെ തന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്ന് ആശിച്ചു നടന്നൊരു വ്യക്തിയായിരുന്നു അഖിൽ മാരാർ. അന്ന് ആ സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു. അവിടെയൊക്കെ പലരും ചോദിക്കാം, എന്തുകൊണ്ട് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എന്ന്? കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് മാറി? അതായത് അഖിൽ മാരാർ ആഗ്രഹിച്ച കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥി പദം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പദം, അത് തട്ടിത്തെറിപ്പിച്ചത് കൊടിക്കുന്നിൽ എന്ന രീതിയിലാണ് അഖിൽ മാരാർ ഇപ്പം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിനെ ഇതിലോട്ട് ഇപ്പോൾ വലിച്ചഴച്ചത്. ഈ വ്യക്തിക്ക് ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ എടുത്തു പറയും, ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കൊടിക്കുന്നിൽ സുരേഷിനെയും ഇതിലേക്ക് ഇപ്പോൾ വലിച്ചഴിച്ചത്. ഈ 3 വർഷം കൊണ്ട് എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിക്കാം, എൻ്റെ വണ്ടി വിൽക്കാം, അതാ ഞാൻ പറയുന്നതിനകത്ത് എൻ്റെ ബെൻസ് വിൽക്കാം, എൻ്റെ BMW ബൈക്ക് വിൽക്കാം. കാരണം എനിക്കൊരു സാധാ വണ്ടി മതി. കാര്യം രാഷ്ട്രീയ പ്രവർത്തനം എന്തിനാ പണം? അല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക, എന്നിട്ട് വിറ്റോ? എന്തുകൊണ്ട് വിൽക്കുന്നില്ല? അല്ല, രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനല്ലേ ആഗ്രഹിക്കുന്നേ, അതിനപ്പം പണം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ പിന്നെ വിറ്റൂടാ? അവിടെ ഇതൊക്കെ വായ്ത്താളം മാത്രമേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ പറയുന്ന കേട്ടു, എൻ്റെ വരുമാനമെല്ലാം നിലച്ചു, എന്നെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു 2020-ക്കെതിരെ പറയുന്നത്. അങ്ങനെ എല്ലാം കളഞ്ഞിറങ്ങി വന്നൊരു വ്യക്തിയായിരുന്നു. അവിടെയൊക്കെ പലരും പറയുന്നൊരു കാര്യമുണ്ട്, പൈസ കിട്ടാത്തതിനെ തുടർന്നാണ് ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയതെന്നും അതുപോലെ തന്നെ പദവി കിട്ടാത്തത് കൊണ്ടുമാണ് അവിടെ നിന്ന് ഇറങ്ങിയെന്നുമാണ് പറയുന്നത്. ആ വ്യക്തിയാണ് പറയുന്നത്, ഞാൻ എൻ്റെ എല്ലാം വിറ്റ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാനിരിക്കുമായിരുന്നെന്ന്. ജനങ്ങൾ ഇതൊക്കെ കേട്ടാൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. എൻ്റെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഫ്ലാറ്റ് എനിക്കുണ്ട്, ഞാൻ ഇവിടുന്ന് മാറി കൊല്ലം ജില്ലയിലേക്ക് പോയി താമസിക്കാം. അതെന്തിനാ? എൻ്റെ നാട്ടിൽ ഇല്ലാത്ത ഒരു സംഘടന ഇല്ലാത്ത ഒരിടത്ത് ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടൊരു സംഘടന ഉണ്ടാക്കാം. അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണോ, പണം ഉണ്ടാക്കാനാണോ? പണം ഉണ്ടാക്കാൻ എന്നെ ഈ മേഖല പോരെ എനിക്ക്. അതെ, അഖിൽ മാരാർ ഫീൽഡ് ഔട്ട് ആയ കാര്യമൊന്നും അഖിൽ മാരാർ അറിയുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ പറഞ്ഞു നടക്കുന്നത് വേറെ എന്തൊക്കെയാണെന്നൊക്കെയാ. അഖിൽ മാരാർക്ക് പൈസക്ക് ഒരുപാട് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. പണം ഉണ്ടാക്കാൻ ഇതിന്റെ ആവശ്യമില്ല. ആളായിട്ട് നിന്നാ മതി. ഒരു ബിഗ് ബോസിൽ ഇപ്പൊ അല്ല, പിന്നെ എന്തിനാണ് കുറച്ചാൾ മുമ്പ് ഈ മനുഷ്യൻ കിടന്ന് കരയുന്ന കണ്ടത്? എൻ്റെ വരുമാനം എല്ലാം മുട്ടി, എനിക്ക് നിവൃത്തിയില്ല, എൻ്റെ ബൈക്ക് വിൽക്കേണ്ടി വന്നു, എന്നെ ഒരു ഗതിയില്ലാത്തവനാക്കി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് കരഞ്ഞ എന്തിനായിരുന്നു? അപ്പോൾ അതൊക്കെ അഭിനയമായിരുന്നു. കാരണം പണം ഉണ്ടാക്കാൻ വേറൊരു മാർഗമുള്ള വ്യക്തിയാണെങ്കിൽ എൻ്റെ വരുമാനം നിലച്ചു എന്ന് പറയത്തില്ലായിരുന്നല്ലോ. അവിടെയൊക്കെ നമ്മുടെ പിഷാരടി പറഞ്ഞത് സത്യമാണെന്ന് തോന്നിപ്പോവും. കാരണം അഖിൽ എപ്പം പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുമെന്ന് ആർക്കും അറിയത്തില്ല.
അത് വേണമെങ്കിൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ മാറ്റുന്ന ഒരു വ്യക്തിയാണെന്നാണ് പിഷാരടി പറഞ്ഞത്. അത് സത്യമാകുന്നത് പോലെയാണ് അഖിൽമാരാർ ഓരോ കാര്യങ്ങളും പറയുന്നത്. പോയിട്ടിറങ്ങി അത്ര കോടി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അത്ര കോടി റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഒരുപാട് കച്ചവടം ഉണ്ട്, അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയില്ല. വൈറ്റിപ്പഴപ്പ് എന്ന് പറഞ്ഞത് അഖിൽ ഹർട്ടായി അല്ലല്ല, ഞാനല്ല പറഞ്ഞു. വൈറ്റിപ്പഴപ്പ് ജിൻഡോയാ ദുരിതാശ്വാസ നിധിക്ക് ഉൾപ്പെടെ അല്ല വൈറ്റിപ്പഴപ്പ് ഞാൻ മനുഷ്യ ഇപ്പോഴും ഒരു വീട് വെച്ച് കൊടുക്കുക. അതാണ് വൈറ്റിപ്പഴപ്പ് ഞാൻ പറഞ്ഞല്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടതാണ് ഒരു 3 വീട് വെച്ച് കൊടുക്കുമെന്ന്. അതും വയനാട്ടിലുള്ളവർക്ക്. ആ വീടിന്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഒരു വീട് വെച്ച് കൊടുക്കുന്നതാണ് പറയുന്നത്. പക്ഷെ അത് കേട്ട് ഒരു 100 വീടിന്റെ പബ്ലിസിറ്റി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ അഖിൽമാരാർ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ആ ഒരു വ്യക്തിയാണ് BMW ബൈക്ക് വിറ്റതും അതുപോലെ തന്നെ വരുമാനം മുട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞത്. ഇവിടെയൊക്കെ ഏതാണ് വിശ്വസിക്കേണ്ടത് മിസ്റ്റർ അഖിൽമാരാർ? അപ്പൊ അഖിൽമാരാർ ഗാന്ധി എതിർക്കുന്ന ആളാണെങ്കിൽ കൂടിയും അഖിൽമാരാർ ബെൻസ് വിറ്റ്, BMW ബൈക്ക് വിറ്റ്, സകലതും വിറ്റ് ജനത്തിന്റെ സേവനത്തിന് വേണ്ടി അർദ്ധനഗ്നനായ ഫക്കീറെ ഇറങ്ങാൻ തീരുമാനിച്ച ആണെന്നേ ഹാഷ്മി. അത് ശരിയാണ്, എല്ലാം വിറ്റിറങ്ങാനായിട്ടിരുന്നയാ. പക്ഷെ എന്തുകൊണ്ട് ഇപ്പം വിൽക്കുന്നില്ല? അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ജനസേവനം നടത്തുന്നതിന് എനിക്ക് അധികാരം വേണ്ട എന്ന്. ആ വ്യക്തിക്ക് ഇനിയും ജനങ്ങളെ സേവിക്കാമല്ലോ. അവിടെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഓരോരോ സമയത്തും ഓരോരോ കാര്യങ്ങൾ മാറ്റിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ജനങ്ങൾ തന്നെ മുദ്ര കുത്തിരിക്കുന്നത്. ഒരുപക്ഷെ അതിന് ഏറ്റവും വലിയ പര്യായം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു ഉത്തരമേ കാണത്തുള്ളൂ. അത് അഖിൽ കോട്ടാത്തിലെ എന്ന് പറയുന്ന അഖിൽ രാജ ആയിരിക്കും. ഒരു വണ്ടി മുതുക തടിച്ചവനുണ്ട്. ഒരു വണ്ടി കണ്ട് ഡോറ് തുറന്നു എന്റെ മുതുക തടിച്ചവന്റെ മുന്നിലൂടെ ഞാൻ നടക്കും, ബെൻസും വണ്ടി എടുത്തു. താങ്കൾ കുറെ മറ്റേ കൊട്ടാരക്കര മത്സരിപ്പിച്ച ആള് NSSന്റെ പൈസ വാങ്ങിയിട്ടൊക്കെ മത്സരിപ്പിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ രാഷ്ട്രീയത്തോടുള്ള താല്പര്യം കൊണ്ട് ആശയപരമായിട്ട് താങ്കൾ അതിന്ന് വിട്ട് മത്സരിക്കാൻ വന്ന എവിടെയാ? BJPയുടെ ഇന്ന് 40 കോടി രൂപ മേടിച്ച് 19 സ്ഥാനാർത്ഥികളെ മത്സരിച്ചു കൊടുത്തു. അതിന്റെ പണം കിട്ടാത്തത്, വീതം കിട്ടാത്തത് കൊണ്ട് താങ്കൾ അയാളെ തെറി പറഞ്ഞിട്ട് പുറത്തേക്ക്. സത്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? കൂടെ മാറ്റിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ നിലപാട്. അത് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ലേ? ഇവിടെ കേരളത്തിലെ ജനങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി, കൂടെ നിലപാടുകൾ മാറ്റുന്ന വ്യക്തി ആരാണെന്ന്. അവിടെയൊക്കെ കൂടുതലും പേരും ആൻസർ പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അഖിൽമാരാർ എന്ന് പറയുന്ന അഖിൽ കോട്ടാത്തിലെ ആയിരിക്കും, ഇല്ലെങ്കിൽ അഖിൽ രാജ ആയിരിക്കും. അതിനൊരു സംശയം കാണത്തില്ല. അതുകൊണ്ട് തന്നെ അഖിൽമാരാർ ആരാണ് എന്നുള്ള ക്വസ്റ്റിന് ആൻസർ ലഭിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കര സീറ്റിൽ മത്സരിച്ചാൽ അവിടെ ഉണ്ടായിരുന്ന വിജയസാധ്യത, അതായത് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച എനിക്ക് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കാൻ കിട്ടിയ അന്തരീക്ഷം ജയിക്കുമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹവും താല്പര്യവും, അത് ജനങ്ങൾ തീരുമാനിക്കണം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ബെൻസ് വിൽക്കാനും കാർ വിൽക്കാനും ഒക്കെ താല്പര്യപ്പെട്ട് നിങ്ങൾ വെറുതെ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആള് പണത്തിന്റെ വിഹിതം കിട്ടിയില്ല, അല്ലെങ്കിൽ നികത്തിയില്ല, സ്ഥാനം കിട്ടിയില്ല, എന്തിനാണ് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ വഴക്കൂടിയത്? അങ്ങനെ പറഞ്ഞു എവിടെ പറഞ്ഞു? ഇവിടേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാറിന് വ്യക്തമായിട്ടൊരു ഉത്തരവും പറയാനില്ല. എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, ഉത്തരം മുട്ടുമ്പോൾ വേറെ ആരുടെയെങ്കിലുമൊക്കെ പേരെടുത്തിടുന്നു, വിഷയത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകാൻ നോക്കുന്നു. പക്ഷെ അതൊന്നും ഇപ്രാവശ്യം നടന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആദ്യമൊക്കെ ജനങ്ങൾ അഖിൽമാരാറിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിലപാടുകളൊക്കെ മാറാൻ തുടങ്ങിയപ്പം ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി ഈ വ്യക്തിയുടെ ഉദ്ദേശം വേറെന്തൊക്കെയാണെന്നുള്ളത്. അഖിൽമാരാർ 2020 മനുഷ്യന് വരുമാന നഷ്ടം ഉണ്ടായി, സാമ്പത്തിക നഷ്ടം ഉണ്ടായി, ആരും വിളിക്കുന്നില്ല. അക്കോമഡേഷൻ എന്താ അർത്ഥം? ഇവിടെ കാശ് വേണമെന്ന് അർത്ഥം. ഇവിടെ അതെ, അഖിൽമാരാറിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, അഖിൽമാരാർ പറയുന്നത് എന്താണ്? ഇവിടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശൈലിയെ ഇത് തന്നെയാണ്. ഉത്തരം മുട്ടുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയും, വേറെ ആരുടെയെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ എടുത്തങ്ങ് പറയും. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നാൾ മുമ്പ് വരെ VD സതീശിൻ്റെ കൂടെ നടന്നിട്ട് ഇപ്പോൾ VD സതീശിനേരെ തിരിയാനും കാരണം. അവിടെ പറഞ്ഞ കാര്യം മോഡിഫിക്കേഷൻ്റെ കാര്യമാണ്. ജനത്തെ പറഞ്ഞു പറ്റിച്ചു. യുവാക്കൾക്ക് മോഡിഫിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഇത് കേന്ദ്രത്തിന് നിയമം, ഇയാൾ കള്ളനാ, അതുകൊണ്ട് ഇയാളെ വിശ്വസിക്കരുത്. പിള്ളേരെ പറഞ്ഞു പറ്റിച്ചു. പിള്ളേർ വിചാരിച്ചു ഇപ്പൊ നാണ്ട മലമറിച്ചു കൊടുക്കും. ഇത് ഞാൻ ഒരുത്തരം പറ്റിച്ചിട്ടില്ല. വ്യക്തിപരമായ ആഗ്രഹം. കേരള രാഷ്ട്രീയത്തിൽ നിലപാടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ 2 മാസം കൊണ്ട് 2020 എന്തോ വീട്ടിൽ ഇറങ്ങി വരുന്നതാണോ നിലപാട് മാറ്റം? ഞാൻ മാറ്റി ഈ ചർച്ചയെ പറയുന്ന അഖിൽ 10 മിനിറ്റ് കഴിഞ്ഞ് മാറ്റില്ല എന്താ ഉറപ്പ്? ഒരു അഞ്ച് കാര്യം പറയാവോ? ഞാൻ VD സതീശൻ പറഞ്ഞ അങ്ങോട്ട് പറയാം. അല്ല, ജനത്തെ ബാധിച്ച വിഷയം അഖില് മാറ്റി എന്താ ഉറപ്പ്? അഖില് VD സതീശനെ വിമർശിക്കുന്നു, നെഹ്റുവിനെ വിമർശിക്കുന്നു, ഗാന്ധിയെ വിമർശിക്കുന്നു. അഖിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നു. പക്ഷെ അഖിൽ ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചു തന്നാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. അത്രേ ഉള്ളൂ. അഖിൽ അറിയാതെ പറഞ്ഞു പോയതാണെങ്കിലും അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊരു നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്താലും അഖിൽ അങ്ങോട്ട് പോയി നിൽക്കും. പിന്നീട് ഇങ്ങോട്ട് വന്ന് വേറൊരാൾ നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ നിൽക്കും. എന്നിട്ട് മറ്റവനെ തെറിയും വിളിക്കും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ VD സതീശൻ്റെ കൂടെ നടന്ന വ്യക്തി
ഇന്ന് വി ഡി സതീശിനെ എതിർത്ത് പറയുന്നതൊന്നും വലിയ പുത്തരിയായിട്ട് കാണണ്ട. ഇതാണ് അഖിലിന്റെ നിലപാട്. ഇതാണ് ഞാൻ പറഞ്ഞത്, വയറ്റിപ്പഴപ്പാണ്. രാഷ്ട്രീയമാണ്. പച്ചരിയുടെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരു പാവപ്പെട്ടവനെ ഉദ്ധരിക്കാനല്ല. ഒരു നാരങ്ങ വെള്ളം തന്നു കഴിഞ്ഞാൽ അപ്പൊ വാക്ക് മാറ്റി പറയുന്ന അഖിലിനെ എങ്ങനെ നാട്ടുകാർ വിശ്വസിക്കാർക്ക് ശരിയാണ് ചെയ്തത്? ഒരു പാളക്കോല ബാക്കി എടാ ഒരുത്തൻ ഒരു മിനിറ്റ് നിങ്ങൾ അഭിപ്രായം മാറ്റുന്ന അഖിലിനെ എങ്ങനെ ഒന്നുകിൽ ഒരാൾ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എനിക്കൊരു നാരങ്ങാവെള്ളം മേടിച്ചെന്നാൽ അയാൾ നല്ല മനുഷ്യനാന്ന് പറയുന്ന കണക്കാണോ? അയാൾ നാളെ എന്നെ പിടിച്ചോണ്ട് എന്നെ കുനിച്ചുകൊടുത്ത് കൂമ്പിനിടിച്ചാൽ അപ്പൊ നിങ്ങൾ പറയും ഇന്നലെ ജിൻഡോയെ പറ്റി നല്ലത് പറഞ്ഞില്ലേ, ഇന്നെന്താ മാറ്റി പറഞ്ഞത്? ശ്രീകണ്ഠൻ നായർ മാതൃഭൂമിയിൽ നിന്ന് ഹാഷ്മിയെ വിളിച്ചോണ്ട് വന്നു, അല്ല ശമ്പളം കൂട്ടി തരാന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടിട്ട് ഇടിച്ച് ഇഞ്ചി ആക്കിയിട്ട് പറയുക ശ്രീകണ്ഠൻ നായരെ പറ്റി ഞങ്ങൾക്ക് നല്ല പറയാൻ പറ്റുമോ? സത്യം പറയാലോ, 2020 പോയതോടുകൂടി അഖിൽമാരാറിന്റെ പതനം തുടങ്ങി തന്നെ പറയണം. ഇപ്പോൾ ഒരു പാർട്ടിയിലും ഇല്ല, നാട്ടുകാരെ എല്ലാം തെറിവിളി കേൾക്കുന്നു എന്നുള്ളത് മാത്രമാണ് മിച്ചം. അത് നമുക്ക് അഖിൽമാരാറിന്റെ ഒരു തംബ്നെയിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ കണ്ട അവിടെ വരുന്ന കമന്റുകൾ എടുത്തു നോക്കിയാൽ മാത്രം മതി എത്രമാത്രം പേരാണ് അഖിൽമാരാറിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞതെന്ന്. എടാ 2020 ഐഡിയോളജിയോട് എനിക്കൊരു എതിർപ്പില്ലെന്ന്. ആ പാർട്ടിക്ക് മുന്നോട്ട് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. യോജിപ്പാണ്. ഒരു കുഴപ്പമില്ല. തമ്പുരാനെ, ഈ നിങ്ങൾ ഞാൻ എന്തുകൊണ്ട് 2020 മാറി? സാബു പൈസ കിട്ടാത്തതുകൊണ്ടും പദവി കിട്ടാത്തതുകൊണ്ടും മാറി വന്നിട്ട് സാബുവിന്റെ ആശയത്തോട് യോജിപ്പുണ്ട്, കാശ് കിട്ടാത്തതുകൊണ്ട് യോജിപ്പില്ല. ഞാനേ ജിൻഡോയെ പോലുള്ള ആൾക്കാർക്ക് സീറ്റ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ. സൂചിപ്പിക്കില്ലേ ഞാൻ നാരങ്ങവെള്ളത്തിൽ അതുപോട്ടെ ഞാൻ നാരങ്ങവെള്ളത്തിൽ എണീച്ചടക്കാൻ വയ്യാത്ത ശക്തന് വരെ സീറ്റ് കിട്ടി. അപ്പൊ അത് ഞാൻ ആലോചിച്ചതാ. പിന്നെ അപ്പൊ ഇത് യൂത്ത് കേസുവിന്റെ സംസ്ഥാന പ്രസിഡന്റിന് സീറ്റ് കൊടുത്തില്ല. ഭയങ്കര നല്ല രാഷ്ട്രീയ പാർട്ടിയാണല്ലോ. ഈ പറയാൻ വന്ന കാര്യം ഇവിടെയൊക്കെ അഖിൽമാരാറിന്റെ സംസാരം ഒന്ന് എടുത്തു നോക്കിയാൽ മതി, എങ്ങനെ കാര്യങ്ങൾ വഴിതിരിച്ചു വിടുന്നു എന്നുള്ളത്. ഒരു രീതിയിലും പിടിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജിൻഡോയെ അങ്ങ് പൊക്കിയടിച്ച്. ജിൻഡോയ്ക്ക് സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു, ജിൻഡോ കുറച്ചും കൂടെ അർഹിച്ചവനായിരുന്നു. അവിടെ ജിൻഡോയ്ക്ക് എന്തായാലും കാര്യം മനസ്സിലായി, തന്നെ പാർട്ടിയിലാക്കാൻ നോക്കുവാണെന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും ജിൻഡോ പറഞ്ഞത് അഖിൽമാരാറിന്റെ നാരങ്ങ വെള്ളത്തിൽ ഞാൻ വീഴത്തില്ല എന്ന്. 2020 രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അവർക്ക് സംഘടന ചലിപ്പിക്കണ്ട. അവർ ഈ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ഒരു രാഷ്ട്രീയ അഭിപ്രായവും പറഞ്ഞിട്ടില്ല, ഒരു രാഷ്ട്രീയ ഇടപെടലും. അതിനു മുമ്പ് രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു 2020 അതിനു മുമ്പ് രാഷ്ട്രീയം പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അഖിൽമാരാർ വന്നതിന് ശേഷം അവർ രാഷ്ട്രീയം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? അത് അങ്ങനെ അല്ല എന്ന് തന്നെ വ്യക്തമാണ്. ഇവിടെയൊക്കെ അഖിൽ ഇമാതിരിയുള്ള കാരണങ്ങൾ വീട്ടിൽ പോയിരുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണോ എന്ന് അറിയത്തില്ല. അവർക്ക് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അവരുടെ സംഘടനാ പ്രവർത്തനം വിപുലീകരിക്കാൻ അവർക്കൊട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് അഖിൽ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊക്കെ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച കാരണങ്ങളാണോ എന്ന് അറിയത്തില്ല. ഇനി അതോ ഇതാണോ കാര്യമൊന്നും അറിയത്തില്ല. എന്തായാലും കാരണങ്ങളുണ്ട് എല്ലാത്തിനും, പക്ഷെ അത് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു സാബുവിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിൽ ആകർഷണമായി പോയി എന്ന് പറഞ്ഞാൽ അത് ആമാശയ രാഷ്ട്രീയമാണ്. 40 കോടിയുടെ വീതം കിട്ടില്ല, 3 കോടി രൂപ പദവിയും പണവും അല്ലാതെ എന്താ നിങ്ങളുടെ പ്രശ്നം? ഈ പദവി എന്തിനാ? പദവി പദവി ഇല്ലാതെ പ്രവർത്തിക്കാൻ അറിയാമെന്ന് പദവി ഇല്ലാതെ ഇല്ലാത്ത ജില്ലാ കമ്മിറ്റിയോട് ജില്ലാധ്യക്ഷൻ ചോദിച്ചിട്ട് താങ്കൾ ചോദിക്കുക എന്തിനാ പദവി? എന്തിനാ പദവി വേണമെന്നേ? എനിക്ക് ഈ നാടിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സത്യത്തിൽ നിങ്ങൾക്ക് എന്താ നേരത്തെ പറഞ്ഞു പദവി ഇല്ലാതെ പ്രവർത്തിക്കും, ഇപ്പൊ പറയുന്നു പദവി വേണം. പദവി എന്ന് പറയുന്ന അധമന് പദവി രാഹുൽ ഗാന്ധിക്ക് കിട്ടിയണക്കാവൂ. പദവി ഇവിടെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ വി ഡി സതീശനായിരുന്നു, ഇപ്പോൾ അത് രാഹുൽ ഗാന്ധി ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. ഉത്തരം മുട്ടുമ്പം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മാറും. ഇതിനു മുമ്പ് അഖിൽ പറഞ്ഞത് ജനങ്ങളെ സേവിക്കുന്നതിന് എനിക്ക് പദവിയൊന്നും വേണ്ട എന്നാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് പദവി വേണമെന്നാണ്. അവിടെയൊക്കെ അഖിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും മാറ്റി പറഞ്ഞത് എടുത്തു പറയുമ്പോൾ അഖിലിന് തിരിച്ച് മറുപടി പറയാനില്ലാത്ത അവസ്ഥയാണ്. പദവി അർത്ഥവൽക്കരിക്കണമെങ്കിൽ കിട്ടുന്ന പദവിയെ ഏറ്റവും മനോഹരമായ രീതിയിൽ ഉപയോഗിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് ഈ ഉപ്പുവച്ച കലം പോലെ ഇല്ലാതാക്കിയിട്ട് അങ്ങനെ വീണ്ടും വീണ്ടും മഹാനാണെന്ന് പറയുന്നിടത്തല്ല. മോശപ്പെട്ട കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കോൺഗ്രസിൽ 3 മാസം മുമ്പ് സ്ഥാനാർത്ഥിയാവാൻ നോക്കിയ ആളാണ്. ഉളുപ്പ് വേണ്ട. എനിക്കെന്താ ഉളുപ്പ് വേണ്ടേ? ഇവിടേക്ക് ഇങ്ങനെയും വന്ന് ഊക്ക് വാങ്ങേണ്ട അവസ്ഥയായല്ലോ അഖിൽമാരാർക്കെന്നാണ് പലരും ചിന്തിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ പരിപാടിക്ക് വന്നപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു, നല്ല രീതിയിൽ ജനങ്ങളെല്ലാം അഖിൽമാരാറിന്റെ കൂടെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ എല്ലാവരും ഇട്ട് ചവിട്ടി മെതിക്കുന്നതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്.
അവിടുന്നും കിട്ടുന്നുണ്ട് തൊഴി, ഇവിടുന്നും കിട്ടുന്നുണ്ട്, എല്ലായിടത്തു നിന്നും നല്ല രീതിയിൽ തൊഴി കിട്ടുന്നുണ്ട്. ഞാൻ ഈ രാഹുൽ ഗാന്ധി ചോദിച്ചോണ്ട് നടന്ന താങ്കളാണ് രാഹുൽ ഗാന്ധി എന്റെ മാറ്ററേ അല്ല. എനിക്ക് വരയ്ക്കാനുള്ള ഒരു ചുവര്, നിൽക്കാനുള്ള ഒരു ചുവര് മാത്രമാ. അല്ല, ഞാൻ വരച്ചോളാം. ഈ പറഞ്ഞ അധമന് പദവി വേണ്ടി രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന അധമന് പദവി എന്ന് പറയുകയും കോൺഗ്രസ് കാൻഡിഡേറ്റ്ഷിപ്പ് ആഗ്രഹം ചെയ്യും. അഖിലിന്റെ രാഷ്ട്രീയം പ്രത്യയശാസ്ത്രമല്ല, ആമാശയമാണെന്ന് പറയാണ്. ഞാനേ കറക്റ്റാണ്, പറഞ്ഞുതരാം. അഖിൽ പറയുന്നതിലോട്ട് വരയ്ക്കാൻ നല്ലൊരു ചുവര് വേണമെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിലോട്ട് തന്നെ ഇറങ്ങണം. അല്ലാതെ ആരെങ്കിലും ഒക്കെ ഒരുക്കിയിട്ട് ചുവരിനകത്ത് പോയി വരയ്ക്കാനാണെങ്കിൽ അത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അഖില് BJP, അഖില് 2020 ആയിരുന്നു, അഖില് സ്വതന്ത്രനാണെന്ന് പറഞ്ഞു. അഖില് ഇതെല്ലാം പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഉമ്മൻചാണ്ടിയെ കരുണാകരൻ എന്ന് പറഞ്ഞു പോവല്ലേ ഇത് നിക്ക്. എടാ, ഈ രാഹുൽ ഗാന്ധി ആ രാഷ്ട്രീയ പാർട്ടിയെ നശിപ്പിച്ചവനാകുമ്പോ ഉമ്മൻചാണ്ടി ആ പാർട്ടിയെ വളർത്തിയവനാ, കരുണാകരൻ ആ പാർട്ടിയെ വളർത്തിയവനാ. അഖിൽമാരാർ ഞാനൊന്ന് പറഞ്ഞാൽ വന്നു 2 മാസത്തിനുള്ളിൽ ഇപ്പൊ പുറത്തിറങ്ങി പിടിച്ചു. ഗാന്ധി, രാഹുൽ ഗാന്ധി, അവിടെ കല്യാൺ സിംഗ്, ഇവിടെ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു പോകുന്നത് അഖിലിന് വാദമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും ഇപ്പൊ അവസാനം ഉമ്മൻചാണ്ടിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇനി ആരടുത്ത് പോകുന്ന അറിയത്തില്ല. പറയാൻ ഉത്തരവില്ലാത്തവരപ്പോൾ ഇങ്ങനെയൊക്കെ പലരും കാണിക്കുന്നത് നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷെ അഖിൽമാരാർക്ക് ഇങ്ങനൊരു ഗതി വരുമെന്ന് ഞാൻ ഉദ്ദേശിച്ചതേ ഇല്ല. കാരണം ഇവിടേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാതെ അതിനെ ന്യായീകരിച്ച് 100 കള്ളങ്ങൾ പറയേണ്ട അവസ്ഥ വരും. പിന്നീട് ഈ 100 കള്ളങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയായിരിക്കും പാട് കുറേ പെടേണ്ടത്. അതേ ഒരു സ്ഥിതിയാണ് അഖിൽമാരാർക്കുള്ളത്. പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം ഇപ്പം പലതും പൊളിഞ്ഞു വീഴുമ്പോൾ അതിന് ആൻസർ ഇല്ലാതെ വരുന്നു. അത് തന്നെയാണ് നമ്മളിത് കാണുന്നത്. അറിയത്തില്ല. എന്നോട് ചോദിച്ചു, താങ്കൾക്ക് അറിയാത്ത കാര്യം താങ്കൾ എന്നോട് ചോദിച്ചു, ഞാൻ താങ്കളുടെ പാർട്ടി, താങ്കളുടെ ഐഡിയോളജി താങ്കൾക്ക് അറിയാതെ എന്നോട് ചോദിക്കുന്നു. ഒരു മിനിറ്റ്, അരവിന്ദ് കെജ്രിവാളിന്റെ ആശയം എന്താ? അവസാനം ഉമ്മൻചാണ്ടി രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചർച്ച മുന്നോട്ട് പോയിരുന്നെങ്കിൽ പ്രഗത്ഭരായ എല്ലാവരുടെയും പേര് അഖിൽമാരാർ പറയും. അവരുടെയൊക്കെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് അവരിങ്ങനെ ചെയ്തില്ലേ, ഇവരിങ്ങനെ ചെയ്തില്ലേ എന്ന് പറയും. ഇതേ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റിൻ്റെ ആരെങ്കിലും ആണ് എതിരായിട്ട് നിൽക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്കാരെ ഇങ്ങനെ പറഞ്ഞേനെ. അതുപോലെ തന്നെ നാളെ BJP ആയാലും അഖിൽമാരാർ ഇതൊക്കെ തന്നെ പറയും. ഇന്ദിരാ കമല നെഹ്റു എന്ന പേര് എത്രയോ മികച്ച പേരാ. അപ്പൊ ഇന്ദിരാ കമല നെഹ്റു എന്ന പേര് മാറ്റി ഭർത്താവിന്റെ പേര് ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മളെ മാറ്റർ അഖിലിന് മാരാർന്ന് ചേർക്കാമെങ്കിൽ ഇന്ദിരയ്ക്ക് എന്റെ ജാതിയതാ, അത് എന്റെ ജാതിയതായിരുന്നു. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം, അത് അവരുടെ സ്വാതന്ത്ര്യം. ഭർത്താവിന്റെ പേര് ചേർക്കണോ അച്ഛന്റെ പേര് ചേർക്കണോ എന്ന് അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ജാതി പേര് ചേർക്കാമെങ്കിൽ 15 വർഷം പേര് ചേർത്തൂടെ? ഞാൻ പറയാം, ചേർത്തൂടെ. ഈ ഹാഷ്മി, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മള് ഞാൻ തെരഞ്ഞെടുപ്പ് അഖിൽ കോട്ടാത്തല, അതായത് ഞാൻ എന്റെ പൊതുപ്രവർത്തന രംഗത്ത് എന്റെ പേര് അഖിൽ കോട്ടാത്തല എന്നായിരുന്നു. സിനിമ എടുക്കാൻ വരുന്ന സമയത്ത് കോട്ടാത്തല എന്ന പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോ KOTTATHA എന്നുള്ളതിനെ ചിലർ കൂട്ടാത്തല എന്നും കൊട്ടത്തല എന്നും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി തുടങ്ങി. അപ്പൊ ജോജുവും എന്റെ നിർമ്മാതാവും ഒക്കെ പറഞ്ഞു, എടാ കുറച്ച് ഞാൻ ചെറിയ പയ്യനും കൂടിയാണല്ലോ, ഈ വലിയ സുമാരഴിക്കോട്, സത്യനന്ദിക്കാട് ഈ കാലഘട്ടമൊക്കെ മാറി പേരിന് ഒരു ഗുമ്മൊക്കെ വരണം. അങ്ങനെ ഞാൻ ന്യൂമറോളജി പ്രകാരം ഒരു 5 പേര് സെലക്ട് ചെയ്തു. ന്യൂമറോളജി പ്രകാരം സ്വന്തം പേര് മാറ്റാം. ഇന്ദിരാഗാന്ധിക്ക് കെട്ടിയന്റെ പേരിന്റെ ഇനിഷ്യൽ അല്ല, എന്റെ അതേ കാര്യം ഉണ്ടായിരുന്നാ മതി. എന്റെ അതേ കാര്യം അല്ല, ഈ പറയുന്ന ആരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പേര് പോലും മാറ്റാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്നതെങ്കിൽ പിന്നെയും കാര്യമുണ്ടെന്ന് പറയാം. ആദ്യം അച്ഛൻ്റെ പേര് മാറ്റി കൊട്ടത്തലയെന്നാക്കി. കൊട്ടത്തലയാണോ ജനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊട്ടത്തലയിൽ നിന്നും അല്ല ഈ വ്യക്തി ജനിച്ചത്. ഈ വ്യക്തി വേറെ എവിടെ കണ്ട് ജനിച്ചതാണ്, അവിടെ വന്ന് താമസിച്ചൊരു വ്യക്തിയാണ്. അതിനുശേഷം കൊട്ടത്തലയിൽ നിന്നുള്ള പേര് ആരും കണ്ട് കൊള്ളത്തിലെന്ന് പറഞ്ഞതിനെ തുടർന്ന് അതും അങ്ങ് മാറ്റി. അതായത് കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്നതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റുന്നതും വലിയ പുത്തരി അല്ലായിരുന്നു അഖിലിന്. അതുകൊണ്ടാണ് പിന്നീട് ജാതിപ്പേരിട്ടത്. വേറൊരു പേരും ഇല്ലാത്തതുകൊണ്ടല്ല ഈ ജാതിപ്പേരിട്ടതെന്ന് കൂടി ഓർക്കണം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ വേറൊരാളുടെ പേരിനെ കുറിച്ച് കുറ്റം പറയുന്നത്. അവിടെ മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന്. ഇവിടേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം എന്തായാലും അഖിൽ മമ്മൂട്ടിക്ക് ഒരു ചെറിയ പണി കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇത് അവസാനിപ്പിക്കുന്നത്. 24 നിന്ന് മമ്മൂട്ടിയെ കണക്ട് ചെയ്യണേ, എന്നിട്ട് ചോദിക്ക്, നാണമുണ്ടോ മിസ്റ്റർ മമ്മൂട്ടിയിലോട്ട് പോകണോ? ഇവിടെ ഇപ്പൊ എന്തായാലും അവസാനം മമ്മൂട്ടിയാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികം. ഓരോ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് അങ്ങോട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുക,
ഇല്ലെങ്കിൽ ഉത്തരം കിട്ടാതെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുക, അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക. ഇതാണ് അഖിൽ മാരാർ കുറേ നാളായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെങ്കിലും പക്ഷേ നമ്മളിത് കേൾക്കുമ്പോൾ ഇത് കോമഡി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതൊരു പക്ഷേ എതിർ സ്ഥാനത്ത് അഖിൽ മാരാർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.